കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തോട്ടപ്പള്ളിയിലെ പൊഴി നിർമ്മിച്ചിട്ടുള്ളത്. പമ്പ, അച്ചൻകോവിൽ, മണിമലയാർ എന്നിവിടങ്ങളിൽ നിന്നുള്ള അധിക ജലമാണ് ഈ തോട്ടപ്പള്ളി പൊഴിയിലൂടെ ഒഴുകി കടലിലേക്ക് പോയി കിഴക്കൻ പ്രദേശങ്ങളൊക്കെ തന്നെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത്തവണ സമയബന്ധിതമായി പൊഴി മുറിക്കാൻ താമസിച്ചത് ഈ പ്രദേശങ്ങളിൽ പുറക്കാട് പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങളിലേക്ക് അടക്കം വെള്ളപ്പൊക്കക്കെടുതി വലിയ തരത്തിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഏതാണ്ട് 5 വാർഡുകളിലായി 100ഓളം കുടുംബങ്ങൾ ക്യാമ്പുകളിലേക്ക് പോകേണ്ട സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അമ്പലപ്പുഴ MLA ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കടക്കം നിർദ്ദേശം കൊടുത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടും ഒഴിമുറിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാതെ വന്നിട്ടുള്ളത് ഇവിടെ ജനങ്ങളെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഏതായാലും MLAയുടെ നിരന്തരമായ ഇടപെടലിൻ്റെ ഫലമായി തന്നെ ഇന്നും പൊഴി മുറിക്കും എന്നുള്ള നിലയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിലും ഏതാണ്ട് 200 മീറ്ററോളമാണ് ഇപ്പോൾ കടലിലേക്ക് ഈ പൊഴി മുറിക്കേണ്ടത്. 10 JCB എങ്കിലും ഒരു ദിവസം ഈ പണി പ്രവൃത്തിയിലേക്ക് വന്നെങ്കിൽ മാത്രമേ ഇത് ഒരാഴ്ചക്കാലം കൊണ്ടെങ്കിൽ ഇത് മുറിച്ചു മാറ്റാൻ പറ്റുകയുള്ളൂ. കാരണം വളരെ വലിയ തരത്തിലേക്ക് മണൽ അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 3 മീറ്റർ ആഴവും അതിനോടൊപ്പം തന്നെ ഏതാണ്ട് 50 മീറ്റർ വീതിയുമെങ്കിലുമൊക്കെ ഇത്തരത്തിലേക്ക് വേണ്ടി വരും എന്നുള്ള നിലയിലേക്കാണ് ഈ വെള്ളം ഒഴുകി പോകുന്നതിനാവശ്യമായ തരത്തിലേക്ക് പൊഴി മുറിച്ച് മാറ്റപ്പെടേണ്ടത്. കടൽ ഉയർന്നു നിൽക്കുന്നുണ്ട് എങ്കിൽ തന്നെയും വലിയ തരത്തിലേക്ക് കടൽ ജലം ഉയർന്ന് കരയിലേക്ക് വരാൻ സാധ്യതയില്ല. ഒരു 20 മീറ്റർ ബാക്കി നിർത്തിക്കൊണ്ട് ബാക്കി ഉള്ള 180 മീറ്ററെങ്കിലും അടിയന്തരമായി ഇത് മുറിച്ചു മാറ്റിയാൽ ഇപ്പോൾ 9 പാടശേഖരങ്ങളാണ് പുറക്കാട് പഞ്ചായത്തിലുള്ളത്. ഈ പാടശേഖരങ്ങളിലെ പമ്പിംഗ് നടക്കാത്തതും ഒരു കാര്യം തന്നെയാണ്. അതിനാൽ ആ പമ്പിങ്ങിലൂടെ അധിക ജലം ഒഴുക്കി വിടുമ്പോൾ അതും വന്ന് നിറയുന്നത് ഈ തോട്ടപ്പള്ളിയുടെ പ്രാന്തപ്രദേശങ്ങളിലാണ്. അതിനാൽ അടിയന്തരമായി തന്നെ പൊഴിമുറിക്കലിന് ആവശ്യമായ നടപടികൾ, നിലപാടുകൾ ജില്ലാ ഭരണകൂടവും അതിനോടൊപ്പം തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും സ്വീകരിക്കണമെന്നാണ് പുറക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയുവാനുള്ളത്. സംസ്ഥാന സർക്കാർ ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തീവ്ര യജ്ഞ പരിപാടികൾ നടത്തുമ്പോഴാണ് ഇത്തരത്തിലേക്ക് ജലം ഒഴുകി വന്ന് താഴ്ന്ന പ്രദേശങ്ങളിലുള്ള കക്കൂസ് ടാങ്കുകളിലെ അടക്കമുള്ള മാലിന്യം ഒഴുകി പുറത്തേക്ക് വരുന്നത്. ഇനി സ്കൂൾ കാലമാണ്, കുട്ടികളൊക്കെ തന്നെ പുറത്തിറങ്ങി നടക്കേണ്ടതുണ്ട്. വഴിവക്കിലടക്കമുള്ള വലിയ മാലിന്യ കൂമ്പാരങ്ങളടക്കം ഇനി കക്കൂസ് മാലിന്യമടക്കം കുട്ടികൾക്കൊക്കെ തന്നെ വലിയ രോഗഭീഷണി ഉണ്ടാക്കും. അതോടൊപ്പം ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ഇടങ്ങളിലും പൈപ്പ് പൊട്ടി മലിനജലമടക്കം കടന്നു വരുന്നതും ഇപ്പോൾ കുടിവെള്ള സ്രോതസ്സിനെയൊക്കെ മലിനപ്പെടുത്തും. അതൊക്കെ തന്നെ അധികാരികൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇടപെടലിൽ ആരോഗ്യവകുപ്പിൻ്റെയും ഒക്കെ തന്നെ സമഗ്രമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്.